വരാപ്പുഴ ആക്രമണ കേസിൽ യഥാർത്ഥ പ്രതിയെന്ന് സംശയിക്കുന്ന ശ്രീജിത്തിനെ കാണാനില്ലെന്ന് അച്ഛൻ. ആക്രമണം നടന്ന ദിവസം പണം ആവശ്യപ്പെട്ട് വീട്ടിൽ വന്നിരുന്നുവെന്നും പിന്നീട് എവിടെയുണ്ടെന്ന് അറിയില്ലെന്നും അച്ഛൻ MG ശശി ന്യൂസ് 18നോട് പറഞ്ഞു. ശശിയുടെ മകൻ ശ്രീജിത്താണ് യഥാർത്ഥ പ്രതിയെന്നും കൊല്ലപ്പെട്ട ശ്രീജിത്തിനെ ആളുമാറി കസ്റ്റഡിയിലെടുത്തതാണെന്നും ആത്മഹത്യ ചെയ്ത വാസുദേവന്റെ മകൻ നേരത്തെ പറഞ്ഞിരുന്നു. ശ്രീജിത്ത് ബന്ധുവീടുകളിലില്ലെന്നും ആക്രമണ ദിവസം മുതൽ ഫോൺ ഓഫാണെന്നും BJP പ്രാദേശിക നേതാവ് കൂടിയായ MG ശശി പറഞ്ഞു. സുഹൃത്തുക്കളോടൊന്നും അന്വേഷിച്ചില്ലേ? ഞാൻ ഒരാളടുത്തും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാ. കാവിച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാവിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് ഞാനിത് കണ്ടിട്ടില്ല, പിന്നെ അവൻ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഈ തരത്തിൽ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അവനുണ്ടെന്നും അതല്ല ശ്രീജിത്ത്. ഏത് ശ്രീജിത്താണ് നിങ്ങൾ ഉദ്ദേശിക്കണം? എൻ്റെ മകന് ഭാര്യയും കുട്ടികളൊന്നുമില്ല, മാരീഡ് അല്ല. അത് എൻ്റെ ഇളയ കുട്ടിയാണ്. ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഒരാളുടെ അടുത്തും തിരക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാജൽ അതിന് എനിക്ക് സമയവും കിട്ടിയിട്ടില്ല. ഫോൺ ചെയ്ത് CAയുടെ മുന്നിൽ വെച്ചിട്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ സ്വിച്ച് ഓഫഡായിരുന്നു. ഞാൻ ആ CAക്ക് അവൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫഡായിരുന്നു. എൻ്റേതായിട്ടുള്ള സ്വന്തക്കാരുടെ വീടുകളിലൊന്നുമില്ല അവൻ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലയെന്ന് പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ വിളിച്ചാണ്. ക്രൈം ബ്രാഞ്ച് ഇവിടെ പ്രത്യേക സംഘം അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്തും പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോകരുത്. ഈ തവണ ഉത്സവത്തിന് എൻ്റെ അടുത്ത് കാശ് വഹിച്ചിട്ട് പോലും ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുള്ളൂ. വരാപ്പുഴ ആക്രമണ കേസിൽ യഥാർത്ഥ പ്രതിയെന്ന് സംശയിക്കുന്ന ശ്രീജിത്തിനെ കാണാനില്ല എന്നാണ് ശ്രീജിത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ശ്രീജിത്തിനെ ആളുമാറിയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ശ്രീജിത്തിന്റെ യഥാർത്ഥ പ്രതി എന്ന് സംശയിക്കുന്ന ശ്രീജിത്തിന്റെ അച്ഛന്റെ വാക്കുകൾ. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? രേണുക, വരാപ്പുഴ ആക്രമണ കേസിനോട് അനുബന്ധിച്ച് 4 യുവാക്കളെ ദേവസ്വം പാടത്ത് നിന്ന് കാണാതായിരുന്നു. ഒന്ന് തുളസിദാസ് എന്നു പേരുള്ള ശ്രീജിത്ത്, മറ്റൊന്ന് വിപിൻ എന്ന് പറയുന്ന ഒരാൾ, മറ്റൊന്ന് വിഞ്ചു, പിന്നെ ഒരാൾ ഉള്ളത് അജിത് എന്ന് പറയുന്ന യുവാക്കളാണ്. ഈ 4 യുവാക്കളെയും കാണാനില്ലായിരുന്നു. ഈ 4 യുവാക്കളാണ് വാസുദേവനെ മർദ്ദിച്ചത് അല്ലെങ്കിൽ വാസുദേവനെ ആക്രമിച്ചത് എന്നാണ് ആരോപണം ഉയർന്നിരുന്നത്. എന്നാൽ ഈ പ്രതികളെ ഈ സംഭവം നടന്ന് ഏതാണ്ട് 2 ആഴ്ചയോളം അടുക്കുമ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു എങ്കിലും 4 കേസുകളാണ് ഏറ്റെടുക്കുന്നത് എന്ന് അറിയിച്ചിരുന്നു. ഈ 4 കേസ് ഏറ്റെടുത്തുവെങ്കിലും വാസുദേവന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ അല്ലെങ്കിൽ വാസുദേവനെ ആക്രമിച്ച പ്രതികളെ പിടികൂടിയില്ല. ഈ 4 പേരാണ് വാസുദേവനെ ആക്രമിച്ചത് എന്ന് വിനീഷ് മൊഴി നൽകിയിരുന്നു. കസ്റ്റഡിയിൽ മരിച്ച ശ്രീജിത്ത് അല്ല വാസുദേവനെ ആക്രമിച്ചത്, ആളുമാറിയിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് എന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന് എന്നാണ് വിനീഷ് മൊഴി നൽകിയിരുന്നത്. അങ്ങനെ തുളസിദാസ് എന്ന് പറയുന്ന ഈ ശ്രീജിത്താണ് ആക്രമിച്ചത്. ഈ ശ്രീജിത്തിന്റെ പേരാണ് താൻ പോലീസിന് മൊഴി നൽകിയത് എന്നും വിനീഷ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെയും ഇവരെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീജിത്തിന്റെ പിതാവായ തുളസിദാസ് എന്ന ശ്രീജിത്തിന്റെ പിതാവായ MG ശശി നമ്മളോട് പറഞ്ഞത്, ആക്രമണ ദിവസം ശ്രീജിത്ത് വീട്ടിൽ എത്തിയിരുന്നു, പണം ആവശ്യപ്പെട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് പോയി, പിന്നീട് എങ്ങോട്ടാണ് പോയത്
എന്ന് തനിക്ക് അറിയില്ല. താൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അതായത് ഈ മരിച്ച ശ്രീജിത്തിന്റെ സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ താൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീജിത്തിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഈ ശ്രീജിത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് അച്ഛനും പറയുന്നത്. ബന്ധുവീടുകളിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ബന്ധുവീടുകളിൽ എപ്പോഴെങ്കിലും ശ്രീജിത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നോട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BJPയുടെ ഒരു പ്രാദേശിക നേതാവ് കൂടിയാണ് MG ശശി. അതോടൊപ്പം തന്നെ വിഞ്ചു, വിപിൻ എന്ന് പറയുന്ന മറ്റ് രണ്ടുപേർ, ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ്. അവരുടെ വീടുകളിലും നമ്മൾ തേടി ചെന്നു. എന്നാൽ അവിടെ നാട്ടുകാരാണ് നമ്മളോട് പറയുന്നത് ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ വീട്ടിൽ മറ്റ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വിപിനും വിഞ്ചുവും വിപിന്റെയും വിഞ്ചുവിന്റെയും അനിയൻ വിനീഷ്, ഒപ്പം തന്നെ അമ്മ, അവരുടെ ഭാര്യമാർ, ഇവർ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആരും തന്നെയില്ല. അവർ എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ല എന്ന ഒരു മറുപടിയാണ് സമീപത്തുണ്ടായിരുന്ന അയൽവാസിയും നൽകിയത്. ഇവർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല. ഭാര്യ വീടുകളിലും മറ്റും ഈ സംഭവം ഉണ്ടായതിനെ പ്രതികളായ യഥാർത്ഥ പ്രതികളായ 4 യുവാക്കളെയാണ് കാണാനില്ലാത്തത്. യഥാർത്ഥ പ്രതിയായ ശ്രീജിത്തിനെ കാണാനില്ല എന്ന് അച്ഛൻ തന്നെ സ്ഥിരീകരിക്കുന്നു. ബന്ധുവീടുകളിലൊന്നും ഇല്ല. സംഭവം നടന്ന ദിവസം പണം ആവശ്യപ്പെട്ടെത്തിയിരുന്നു എന്ന് കൂടിയാണ് പറയുന്നത്. സുവി, തുടരുക. നേരത്തെ വിനീഷ് തന്നെ ഇക്കാര്യം നമ്മളോട് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞിരുന്നു. വിനീഷിന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. ശ്രീജിത്തിനെ ആളുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് വാസുദേവന്റെ മകൻ വിനീഷ് ഈ മാസം 10-ന് ന്യൂസ് 18നോട് പറഞ്ഞിരുന്നത്. ശശിയുടെ മകൻ ശ്രീജിത്താണ് ആക്രമിച്ചതെന്നും വിനീഷ് വ്യക്തമാക്കിയിരുന്നു. വിനീഷിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MD ശശി അച്ഛൻ്റെ പേരുള്ള ആളുടെ മോൻ ശ്രീജിത്ത് എന്നാണ് ശരിക്കും പേര്. അങ്ങനെ ഞാൻ ശ്രീജിത്ത് എന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഈ ശ്രീജിത്തല്ല. വിനീഷിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സുവി, ഇക്കാര്യത്തിൽ ഈ ശ്രീജിത്ത് ആളുമാറി കസ്റ്റഡിയിലെടുത്ത ശ്രീജിത്താണ് കസ്റ്റഡി മർദ്ദനത്തിനൊടുവിൽ മരിച്ചത് എന്ന് ഇതിനോടകം തന്നെ ഈ വിനീഷിന്റേതുൾപ്പെടെയുള്ള വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ പലരും ആ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും അന്വേഷണ സംഘം യഥാർത്ഥ പ്രതിയായ ശ്രീജിത്തിനെ കണ്ടെത്താനുള്ള യാതൊരു നീക്കവും നടത്തിയിരുന്നില്ലേ? ഈ വീട്ടിൽ ഉൾപ്പെടെ എത്തുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിരുന്നോ അന്വേഷണ സംഘം? തീർച്ചയായും രേണുകയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ്. ആദ്യഘട്ടത്തിൽ അന്വേഷിച്ച പോലീസ്, അതായത് നമ്മൾ MG ശശി ശ്രീജിത്തിന്റെ പിതാവിനോട് അന്വേഷിച്ചപ്പോൾ MG ശശി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ ക്രിസ്പിൻ സാം എന്ന് പറയുന്ന CI, ഇപ്പോൾ സസ്പെൻഷനിലുള്ള ക്രിസ്പിൻ സാം എന്ന CI അന്വേഷിച്ചിരുന്നു. എന്നാൽ ശ്രീജിത്ത് ഇല്ല എന്ന മറുപടിയാണ് നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം അന്വേഷണം ഏറ്റെടുത്ത പ്രത്യേക അന്വേഷണ സംഘം IGS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരംഗം പോലും തന്നെ വിളിച്ച് ഇക്കാര്യം അന്വേഷിച്ചിട്ടില്ല. ഇക്കാര്യം എവിടെയാണ് മകൻ എന്ന് അന്വേഷിച്ചിട്ടില്ല എന്നാണ് MG ശശി പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിന് സമാനമായ മൊഴികൾ തന്നെയാണ് അജിത്തിന്റെ കുടുംബാംഗമായ അജിത്തിന്റെ ബന്ധുവായ ടിൻസണും നമ്മളോട് പങ്കുവച്ചത്. ഇതുവരെ അന്വേഷണ സംഘം തങ്ങളുടെ വീടുകളിൽ എത്തുകയോ അജിത് എവിടെയാണ് എന്ന് ചോദിക്കുകയോ ഉണ്ടായിട്ടില്ല എന്നാണ് ബന്ധുക്കളും പറയുകയുണ്ടായത്. ഒപ്പം തന്നെ വിപിന്റെയും വിഞ്ചുവിന്റെയും സമീപത്തെ അയൽവാസികളോടും നാട്ടുകാരോടും നമ്മൾ അന്വേഷിച്ചിരുന്നു, പോലീസ് എത്തിയിരുന്നു എന്ന് ആദ്യഘട്ടങ്ങളിൽ പോലീസ് വന്നിരുന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട, അതായത് ക്രൈംബ്രാഞ്ചിൽ ഉൾപ്പെട്ട അന്വേഷണ വന്നവരാരും ഇവിടെ എത്തിയില്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. രേണുക, സുബി, ഇതിൽ ഈ പിതാവ് യാതൊന്നും തന്നെ നിഷേധിക്കുന്നില്ല. യഥാർത്ഥ പ്രതി ശ്രീജിത്ത് ആണോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. ശ്രീജിത്തിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ട്. നല്ല രീതിയിലല്ല എങ്കിൽ യാതൊരു സഹായവും ഉണ്ടാകില്ല, പണം തരില്ല എന്ന് പറഞ്ഞു എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഒളിവിൽ താമസിക്കുന്നതിന് യാതൊരു സഹായവും ശ്രീജിത്തിന് ലഭിച്ചിരിക്കാനിടയില്ല. എങ്കിൽ പോലും ഈ സംഭവം ഇത്രയും വിവാദമാവുകയും കസ്റ്റഡി മരണം എന്ന നിലയിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇവർക്ക് ഒളിവിൽ പാർക്കാൻ സഹായം ചെയ്യുന്നത് ആരായിരിക്കും? ഇവർക്ക് പിന്നിൽ ആളുകൾ ഉണ്ട് എന്ന ഒരു സൂചന കൂടിയല്ലേ ഈ സംഭവങ്ങൾ നൽകുന്നത്?
തീർച്ചയായും രേണുക ഇവർക്ക് പിന്നിൽ ആരോ ഉണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ഇപ്പോൾ 2 ആഴ്ചയോളം അടുക്കുന്ന സമയത്ത് പോലും ഈ പ്രതികൾക്ക് കീഴടങ്ങുന്ന ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. ഒപ്പം തന്നെ പോലീസ് ഇവരെ കണ്ടെത്താനും ശ്രമിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഈ പ്രതികൾക്ക് പിന്നിൽ, അതായത് ഈ 4 പേർക്ക് പിന്നിൽ ശക്തമായ കരങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ. പ്രധാനമായും കഞ്ചാവ് കേസ്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന്, മോഷണം, പോക്കറ്റടി ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതികളാണ് ഈ പറയുന്ന ശ്രീജിത്തും ഒപ്പം തന്നെ വിപിനും. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട, അതായത് ആളുകളോട് നമ്മൾ ഇവരെ കുറിച്ച്, ശ്രീജിത്തിന്റെ വീട് അറിയുമോ, ശ്രീജിത്തിന്റെ ഫോട്ടോ ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആളുകൾ വളരെ ഭയത്തോടു കൂടിയാണ് നമ്മളോട് പ്രതികരിക്കുക പോലും ഉണ്ടായത്. അതായത് അത്ര പോലും ആളുകൾക്ക് ഇക്കാര്യം അവരുടെ വീട് ചൂണ്ടിക്കാണിച്ചു തരാനോ അവരുടെ ഭാഗങ്ങളിലേക്ക് പോകാനോ വലിയ ഒരു ഭയം പോലും നമ്മൾ കാണുകയുണ്ടായി. അതായത് അത്രത്തോളം വലിയ കുപ്രസിദ്ധി നേടിയ ആളുകൾ തന്നെയാണ് ഇവർ എന്ന് സമർത്ഥിക്കുന്ന തരത്തിലായിരുന്നു നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരാഞ്ഞ എല്ലാവരും തന്നെ സംസാരിച്ചത്. പക്ഷേ ശ്രീജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ MG ശശി അദ്ദേഹം പറഞ്ഞത് അത് എവിടെയുണ്ട് എന്ന് എനിക്കറിയില്ല, അതായത് താൻ സംരക്ഷിക്കുന്നില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മറുപടി വ്യക്തമാക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് ശ്രീജിത്തിനെ സംശയിക്കുന്ന ശ്രീജിത്തിനെ കാണാനില്ല എന്നാണ് അച്ഛൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആക്രമണം നടന്ന ദിവസം പണം ആവശ്യപ്പെട്ട് വീട്ടിൽ വന്നിരുന്നുവെന്നും പിന്നീട് എവിടെയുണ്ടെന്ന് അറിയില്ലെന്നുമാണ് അച്ഛൻ MG ശശി ന്യൂസ് 18നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഉള്ളതെന്നൊന്നും അറിയില്ല, സുഹൃത്തുക്കളോടൊന്നും അന്വേഷിച്ചില്ലേ? ഞാൻ ഒരാളടുത്തും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാവശ്യം ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഇത് കണ്ടിട്ടില്ല, പിന്നെ അവൻ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഈ തരത്തിൽ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അവനുണ്ടെന്നും അതല്ല ശ്രീജിത്ത്, ഏത് ശ്രീജിത്താണ് നിങ്ങൾ ഉദ്ദേശിക്കണം? എൻ്റെ മകന് ഭാര്യയും കുട്ടികളൊന്നുമില്ല, മാരീഡ് അല്ല. അത് എൻ്റെ ഇളയ കുട്ടിയാണ്. ഇല്ല, എനിക്കറിയില്ല. ഞാൻ ഒരാളുടെ അടുത്തും തിരക്കിയിട്ടില്ല എന്നുള്ളതാണ്. കാജൽ അതിനാണ് എനിക്ക് സമയവും കിട്ടിയിട്ടില്ല. ഫോൺ ചെയ്ത് CAയുടെ മുന്നിൽ വെച്ചിട്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്കും അവൻ്റെ സ്വിച്ച് ഓഫായിരുന്നു. ഞാൻ ആ CAക്ക് അവൻ്റെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു. എവിടേക്ക് പോയിരിക്കാനാണ് ഒരു സംശയം? എൻ്റെതായിട്ടുള്ള സ്വന്തക്കാരുടെ വീടുകളിലൊന്നുമില്ല അവൻ. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, ഇല്ലയെന്ന് പറയാൻ കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരെന്നെ വിളിച്ചാന്. പ്രത്യേക അന്വേഷണ സംഘം അപ്പോൾ അന്വേഷിച്ച് വന്നിരുന്നു? ക്രൈംബ്രാഞ്ച് ഇവിടെ പ്രത്യേക സംഘം അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്തും പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോകരുത്. വരാപ്പുഴ ആക്രമണ കേസിലെ യഥാർത്ഥ പ്രതിയെന്ന് സംശയിക്കുന്ന ശ്രീജിത്തിനെ കാണാനില്ലെന്ന അച്ഛന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. കസ്റ്റഡിയിൽ ശ്രീജിത്തിന് നേരെ 3ാം മുറ പ്രയോഗം നടന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ ആലോചന. സസ്പെൻഷനിലായ പോലീസുകാരെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാനും നീക്കം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ മെഡിക്കൽ ബോർഡിന് മുൻപാകെ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ശ്രീജിത്തിനെ മർദ്ദിച്ചത് ആരെന്നതിൽ വ്യക്തമായ നിഗമനത്തിലെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷനിലായവരെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ആലോചിക്കുന്നത്. വരാപ്പുഴ കസ്റ്റഡി മരണത്തിലേക്ക് നയിച്ച അക്രമ സംഭവങ്ങളിൽ ശ്രീജിത്ത് ഉണ്ടായിരുന്നില്ലെന്ന് പരിക്കേറ്റ സുമേഷ്. ദേവസ്വം പാടത്ത് വാസുദേവന്റെ അനിയൻ ദിവാകരനും സുമേഷും ഏറ്റുമുട്ടുമ്പോൾ ശ്രീജിത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് വെളിപ്പെടുത്തൽ. ശ്രീജിത്തിനെ നാട്ടുകാർ മർദ്ദിച്ചിട്ടില്ലെന്നും സുമേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. അന്വേഷണം CBIക്ക് വിടണമെന്ന് ശ്രീജിത്തിന്റെ അമ്മയും ഭാര്യയും ആവശ്യപ്പെട്ടു. ഒറ്റക്കായിരുന്നു ഞങ്ങൾ സംഭവം ഇത് നടന്നുള്ളൂ. തല്ലൊന്നും കിട്ടിയിട്ടില്ല. ശ്രീജിത്തായിട്ടൊരു പ്രശ്നം ഒന്നുമില്ലല്ലോ, ഒരു ഇതിലും പ്രശ്നമില്ലല്ലോ. പിന്നെ ശ്രീജിത്തിനെ തല്ലിയിട്ടേണ്ട ഇത് ഒരു വഴിയില്ല. ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണത്തിൽ ആലുവ റൂറൽ SP-യുടെ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അടക്കം 5 പേർക്ക് പരിക്കേറ്റു. ആലുവ ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം SP ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. MLA-മാരായ അൻവർ സാദത്ത്, റോജി എം ജോൺ എന്നിവരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. CPM പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കം. CPM ഹൈദരാബാദ് പാർട്ടി കോൺഗ്രസ് നാളെ തുടങ്ങാനിരിക്കെ രാഷ്ട്രീയ പ്രമേയത്തിൽ ഭേദഗതി പ്രളയം. കോൺഗ്രസുമായി ധാരണയെങ്കിലും വേണമെന്ന നിലപാടുള്ള ബംഗാളിൽ നിന്നാണ് ഭേദഗതികളിൽ അധികവും. സീതാറാം യെച്ചൂരിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ശ്രമങ്ങളും സജീവമാണ്. ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് CPM-ന്റെ 22ാം പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിൽ തുടങ്ങുന്നത്. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ 8000-ഓളം ഭേദഗതികളാണ് ലഭിച്ചിട്ടുള്ളത്. കോൺഗ്രസുമായി ധാരണയെങ്കിലും വേണമെന്ന ഉറച്ച നിലപാടിലുള്ള ബംഗാളിന് പുറമെ മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, ഡൽഹി തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഭേദഗതികളുണ്ട്. എന്നാൽ കേരള ഘടകം ഒറ്റക്കെട്ടായി കോൺഗ്രസ് ബന്ധത്തെ എതിർക്കുന്നു. ഭേദഗതികൾ പതിവാണെന്നായിരുന്നു PB അംഗം രാഘവ് ലുവിന്റെ പ്രതികരണം. Today's PB and its main agenda proceedings of the Congress will be decided, and all the amendments that came up during the course of public discussion, they will be considered. Their report will be prepared and put before the party Congress. ആരോഗ്യകരമായ പ്രവണത എന്നായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. Yes, that is very healthy sign. A very healthy sign. That means the entire rank and file is very vibrant and active and involved in the policy formulation of the party. കോൺഗ്രസ് ധാരണ എന്ന നീക്കം പരാജയപ്പെട്ടാൽ യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. പാർട്ടിയിലെ ഭൂരിപക്ഷത്തിന്റെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത യെച്ചൂരി പദവി ഒഴിയണമെന്നാകും കാരാട്ടുപക്ഷം ആവശ്യപ്പെടുക. PBയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന കരട് രാഷ്ട്രീയ പ്രമേയം കേന്ദ്ര കമ്മിറ്റിയിൽ യെച്ചൂരി അവതരിപ്പിച്ചത് തന്നെ പാർട്ടി കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണെന്ന് കാരാട്ടുപക്ഷം വാദിക്കുന്നു. യെച്ചൂരിക്ക് പകരം മണിക് സർക്കാരിനെയോ ബൃന്ദ കരാട്ടിനെയോ ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിക്കാനുള്ള നീക്കങ്ങളും സജീവമാണ്. പാർട്ടി കോൺഗ്രസിന് തൊട്ടുമുൻപും ഒരു വിട്ടുവീഴ്ചയ്ക്കും യെച്ചൂരി കരാട്ട് പക്ഷങ്ങൾ തയ്യാറല്ല. അതിന് തെളിവാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേലുള്ള ഭേദഗതി പ്രളയം. കരട് രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ നടക്കുന്ന ചർച്ചകൾ തന്നെയായിരിക്കും യെച്ചൂരി തുടരുമോ എന്ന കാര്യത്തിലും നിർണായകമാവുക. ഹൈദരാബാദിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് ജെ സതീഷ് കുമാർ, ന്യൂസ് 18. CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വാഭാവികമാണ്. BJPയെ ചെറുക്കുകയാണ് മുഖ്യലക്ഷ്യം. ഇതിനുള്ള അടവ് നയം പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളുമെന്നും യെച്ചൂരി ന്യൂസ് 18നോട് പറഞ്ഞു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂസ് 18നൊപ്പം ചേരുന്നു. സീതാറാം യെച്ചൂരി, there are lot of differences within the party over the political draft. Do you agree with that? What is the differences? Ours is a live party. We discuss various points of view. We come to a common understanding in our forums, and the party congress is the highest forum of the party. We will come to a common understanding, and that will be the united line of the party. In the political draft, you are saying that BJP is the biggest threat. What is your plan to counter BJP? Well, in the political draft itself, we said appropriate electoral tactics will be adopted to maximize the unity of the anti-BJP votes. But this will be done without entering into any understanding or alliance with the Congress. That is what the political draft resolution formulates. So it's with that we are going into the Congress. But in Bengal, there are a lot of opinion that there should be every secular party should be bring together. Like I told you, there will be lots of opinions, and that is why we are a vibrant inner party democracy party. All the opinions will be discussed, and then we will come to a conclusion, and that will be the united line of the party. And don't worry, party will emerge stronger from this Congress. Today, the senior leader V.S. Achuthanandan said that all the secular parties should be together to fight BJP. How will you react to it? Well, that is his opinion. As I said, the issue is there before the Congress, and we'll discuss and come to a conclusion. Don't worry about that. Will you continue as the General Secretary after the party Congress? Again, nobody can say. It's the party Congress, the supreme authority, that will decide. And that is what will be the decision of the party. BJPയെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയ അടവ് നയം തീരുമാനിക്കുമെന്ന് പറയുമ്പോഴും ഈ പാർട്ടി കോൺഗ്രസിന് ശേഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ സീതാറാം യെച്ചൂരിക്ക് പോലും കഴിയുന്നില്ല. ഹൈദരാബാദിൽ നിന്ന് ജെ സതീഷ് കുമാർ, ന്യൂസ് 18. കോൺഗ്രസ് ബന്ധത്തിൽ യെച്ചൂരിക്ക് പരസ്യ പിന്തുണ നൽകി VS അച്യുതാനന്ദൻ.
മതേതര ശക്തികളുടെ ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് VS ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ കോൺഗ്രസുമായി ധാരണ വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM കേരള നേതൃത്വം. BJPയെ ചെറുക്കാൻ മതേതര ശക്തികളുടെ ഐക്യം വേണമെന്ന ജനറൽ സെക്രട്ടറിയുടെ നിലപാടിന് നേരത്തെ കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ കുറിപ്പിലൂടെ VS ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ ഹൈദരാബാദിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടുമുമ്പായിരുന്നു VSന്റെ പരസ്യ പിന്തുണ. മതേതര പാർട്ടികൾ അവര് ഒന്നിക്കേണ്ട ഘട്ടമാണ് ഇത്. കാലഘട്ടത്തിൻ്റെ കടമകൾ നേരിടാൻ പാർട്ടി പ്രവർത്തകരെ ആകെ തയ്യാറാക്കാനാണ് പാർട്ടി കോൺഗ്രസ്. അതിനുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ. കേരള ഘടകം ഒറ്റക്കെട്ടായി കോൺഗ്രസ് ബന്ധത്തെ ചെറുക്കുമെന്ന പ്രതീക്ഷയാണ് കാരാട്ട് പക്ഷത്തിന്റെ ശക്തി. എന്നാൽ തോമസ് ഐസക് അടക്കം സംസ്ഥാനത്തെ പല നേതാക്കൾക്കും ഭിന്നാഭിപ്രായമുണ്ട്. പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന ഘടകത്തിന്റെ പൊതുനിലപാടിനെതിരെ ഇവർ രംഗത്ത് വരാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെയും BJPയുടെയും സാമ്പത്തിക നയങ്ങൾ സമാനമാണെന്നും അങ്ങനെയുള്ള കോൺഗ്രസുമായി എങ്ങനെ കൂട്ടുകൂടുമെന്നുമാണ് കേരള നേതാക്കളുടെ ചോദ്യം. കോൺഗ്രസുമായി CPM ദേശീയതലത്തിൽ ധാരണയുണ്ടാക്കിയാൽ പോലും കേരളത്തിൽ അതിന്റെ നേട്ടം കൊയ്യുക BJP ആയിരിക്കുമെന്നും കേരള CPM കരുതുന്നു. എന്നാൽ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് അടക്കം എല്ലാ മതേതര പാർട്ടികളുടെയും യോജിപ്പ് വേണമെന്നാണ് മറുവാദം. VS അച്യുതാനന്ദനെ പോലുള്ള മുതിർന്ന നേതാവിന്റെ പരസ്യ നിലപാട് കേരള പാർട്ടിയിൽ കാര്യമായ ചലനമുണ്ടാക്കില്ലെങ്കിലും പാർട്ടിയുടെ മറ്റു ഘടകങ്ങളെ സ്വാധീനിച്ചേക്കാം. അതുതന്നെയാണ് യെച്ചൂരി പക്ഷം പ്രതീക്ഷിക്കുന്നതും. തെലങ്കാനയിൽ നിന്നും VV അരുൺ, ന്യൂസ് 18 കേരള. അതേസമയം കോൺഗ്രസ് ബന്ധം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ബന്ധം ആവശ്യമില്ലെന്നും കോടിയേരി പറഞ്ഞു. പാർട്ടി കോൺഗ്രസിനായി ഹൈദരാബാദിലെത്തിയതായിരുന്നു കോടിയേരി. BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി ധാരണ വേണോ എന്നത് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ പ്രമേയത്തിലെ മുഖ്യ ചർച്ചാ വിഷയമാണ്. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് വീണ്ടും രൂക്ഷമായ കറൻസി ക്ഷാമം. നോട്ട് നിരോധിച്ച ദിവസങ്ങളെ അനുസ്മരിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ആന്ധ്രാപ്രദേശ്, കർണാടക അടക്കമുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമാണ് നോട്ട് ക്ഷാമം രൂക്ഷമായത്. ആവശ്യത്തിന് നോട്ട് കരുതലുണ്ടെന്നും 3 ദിവസത്തിനുള്ളിൽ ക്ഷാമം പരിഹരിക്കുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത നല്ല ദിനം ഇതാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഗുജറാത്തിലാണ് നോട്ട് ക്ഷാമം ഏറ്റവും രൂക്ഷം. സംസ്ഥാനത്തുടനീളം ATM കൗണ്ടറുകൾ കഴിഞ്ഞ 4 ദിവസമായി അടഞ്ഞുകിടക്കുകയാണ്. ഗുജറാത്തിന് പുറമെ ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും കടുത്ത നോട്ട് ക്ഷാമം നേരിടുകയാണ്. करीब 4-5 ATM हो गए. सुबह से मैं 6-7 ATM घूम चुका हूँ और किसी भी ATM में पैसा नहीं निकला. ഉത്സവങ്ങൾ കാരണം കറൻസി ഉപയോഗിച്ചുള്ള വിനിമയം കൂടിയതാണ് പെട്ടെന്നുള്ള ക്ഷാമത്തിന് കാരണമെന്നാണ് റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും വിശദീകരണം. നോട്ട് ക്ഷാമം ഉണ്ടെന്ന വാർത്ത പരിഭ്രാന്തി പരത്തിയെന്നും ATMകളിൽ നിന്ന് കൂടുതൽ തുക പിൻവലിക്കാൻ ഇത് കാരണമായെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ധനകാര്യ സെക്രട്ടറി സുഭാഷ് സി ഗർഗും അറിയിച്ചു. നോട്ട് ക്ഷാമമുള്ള പ്രദേശത്തേക്ക് കരുതൽ ശേഖരം എത്തിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചതായും 3 ദിവസത്തിനുള്ളിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. किसी पर्टिकुलर ATM में कि 2-4-5 जगह पे ATMs में या कुछ जगह पे ATMs में कैश खत्म हो गया, तो ये हो सकता है कुछ थोड़ा सा लोकल मैनेजमेंट का. പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത നല്ല നാളുകൾ ഇതാണോ എന്ന് രാഹുൽ ഗാന്ധിയും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ചോദിച്ചു. 2000 രൂപയുടെ നോട്ടുകൾ വിപണിയിൽ തിരിച്ചെത്താത്തതും 200 രൂപയുടെ പുതിയ നോട്ടുകൾ ATMൽ നിക്ഷേപിക്കാൻ സാധിക്കാത്തതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് ബാങ്കിംഗ് മേഖലയിലെ വിദഗ്ധർ അറിയിച്ചു. കള്ളപ്പണം തടയാൻ 1000ന്റെ നോട്ടുകൾ നിരോധിച്ച് 2000 നോട്ടുകൾ അച്ചടിച്ചതിനെയാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. TJ ശ്രീലാൽ, ന്യൂസ് 18 ഡൽഹി. ATMകളിൽ പണമില്ലാതായതിനു പിന്നിൽ പുതിയ ബാങ്കിംഗ് നിയന്ത്രണ ബിൽ എന്ന സൂചന. ഏപ്രിൽ 1-ന് ബിൽ നടപ്പായാൽ നിക്ഷേപങ്ങൾ സുരക്ഷിതമല്ലെന്ന പ്രചാരണത്തെ തുടർന്ന് വൻതോതിൽ പണം പിൻവലിച്ചതാണ് ATMകൾ കാലിയാക്കിയത്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ആരംഭിച്ച ബാങ്കിംഗ് ആധിയാണ് മറ്റു ഭാഗങ്ങളിലേക്കും പടർന്നത്. ബാങ്ക് റൺ അഥവാ ബാങ്കിംഗ് ആധി എന്ന സ്ഥിതിവിശേഷമാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആളുകൾ കൂട്ടമായി പണം പിൻവലിക്കാൻ ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് ബാങ്കിംഗ് ആധി. ഏപ്രിൽ 1-ന് പുതിയ ബാങ്കിംഗ് നിയന്ത്രണ ബിൽ നിലവിൽ വന്നതോടെ നിക്ഷേപം സുരക്ഷിതമല്ലെന്ന പ്രചാരണം വ്യാപകമായി. ബാങ്കുകൾ തകർന്നാൽ 1 ലക്ഷത്തിന് മുകളിലുള്ള തുകയ്ക്ക് സുരക്ഷിതത്വം ഇല്ല എന്ന ബില്ലിലെ വ്യവസ്ഥയാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും നോട്ട് ക്ഷാമത്തിൽ ആശങ്ക അറിയിച്ചു തുടങ്ങിയത് ധനമന്ത്രാലയത്തെ പ്രതിരോധത്തിലാക്കി. ഛത്തീസ്ഗഡിൽ കനത്ത കറൻസി ക്ഷാമമുണ്ടെന്ന് മുഖ്യമന്ത്രി രമൺ സിംഗ് പറഞ്ഞു.
ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലാണ് പണക്ഷാമം തുടങ്ങിയത്. തുടർന്ന് ഗുജറാത്തിലേക്കും മധ്യപ്രദേശിലേക്കും ആധി പടർന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ താമസമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ATMിൽ നിന്നും പിൻവലിച്ച പണം ബഹുഭൂരിപക്ഷം പേരും തിരികെ നിക്ഷേപിക്കാത്തതാണ് കാരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഠ്വ കേസിലെ പ്രതികളെ പിന്തുണച്ച് BJP മുൻ മന്ത്രിയുടെ റോഡ് ഷോ. ലാൽ സിംഗിന് കശ്മീരിലെ സാംബയിൽ ഹിന്ദു ഏക്താ മഞ്ച് പ്രവർത്തകർ വൻ സ്വീകരണമാണ് നൽകിയത്. അതിനിടെ ഉത്തർപ്രദേശിലെ ഇറ്റായിൽ 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കത്വ സംഭവത്തെ രാജ്യം മുഴുവൻ അപലപിച്ചിട്ടും പ്രതികളെ പിന്തുണയ്ക്കുന്ന നിലപാടിൽ മാറ്റമില്ലാതെ കശ്മീരിലെ മുൻ BJP മന്ത്രി. പ്രതികളെ പിന്തുണച്ചതിന് കശ്മീർ മന്ത്രിസഭയിൽ നിന്നും പുറത്തായ ലാൽ സിംഗിന് സാംബയിൽ അനുയായികൾ വൻ സ്വീകരണമൊരുക്കി. തുടർന്ന് ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ 8 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കത്വയിലേക്ക് റോഡ് ഷോയും നടത്തി. കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് ലാൽ സിംഗിന്റെ ആവശ്യം. കേസിൽ ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരെന്നും ഇരുപക്ഷത്തെയും വൈകാരികത മനസ്സിലാക്കണമെന്നും ലാൽ സിംഗ് പറഞ്ഞു. കേസിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്തതിനെതിരെ ഹിന്ദു ഏകതാ മഞ്ച് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത ലാൽ സിംഗും CP ഗംഗയും കഴിഞ്ഞ ദിവസം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരുന്നു. അതിനിടെ ഉത്തർപ്രദേശിലെ ഏട്ടയിൽ 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ആളൊഴിഞ്ഞ കെട്ടിടത്തിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏട്ടയിൽ കല്യാണാഘോഷങ്ങൾക്കിടയിലാണ് 8 വയസ്സുകാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തിയത്. ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ തന്നെ ഇറ്റാവയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 ഡൽഹി. നാഥനില്ല ഹർത്താലിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി. ആർക്കെതിരെ നടപടിയെടുക്കും എന്നതിൽ സമ്പൂർണ്ണ ആശയക്കുഴപ്പം തുടരുകയാണ്. അക്രമം മുന്നിൽ കാണുന്നതിൽ ഇന്റലിജൻസ് വിഭാഗം പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും ആരോപണമുയർന്നു. ഹർത്താലിന്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് കണക്കുകൂട്ടുന്നതിൽ സംസ്ഥാന ഇന്റലിജൻസ് സമ്പൂർണ്ണ പരാജയമായെന്ന ആക്ഷേപം വ്യാപകമാവുകയാണ്. അക്രമമുണ്ടാകുമെന്ന സൂചനയിൽ ഒരു റിപ്പോർട്ട് പോലും രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് ആസ്ഥാനത്തിന് കൈമാറിയിരുന്നില്ല. തീവ്ര നിലപാടുള്ള സംഘടനകൾ അക്രമത്തിന് പിന്നിലുണ്ടെന്ന ആരോപണമുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യം പുറത്തു പറയുന്നില്ല. മതവിദ്വേഷത്തിനിടയാക്കുമെന്ന ആശങ്കയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അക്രമവുമായി ബന്ധപ്പെട്ട് 280 പേരെ കസ്റ്റഡിയിലെടുത്തതിൽ 80ഓളം പേരുടേതൊഴികെ അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ പൊതുമുതൽ നശീകരണ നിരോധന നിയമപ്രകാരം കേസെടുത്തത് 30-ൽ താഴെ ആളുകൾക്കെതിരെ മാത്രം. ഏതെങ്കിലും പാർട്ടിയുടെയോ സംഘടനയുടെയോ പേരിലല്ലാതെ ഹർത്താൽ നടന്നതിനാൽ KSRTCക്ക് ഉൾപ്പെടെ ഉണ്ടായ നഷ്ടം സഹിക്കുക മാത്രമാണ് മുന്നിലുള്ള വഴി. ആഹ്വാനം ചെയ്തിരുന്നില്ലെങ്കിലും ഇന്നലത്തെ ഹർത്താലിനോട് യോജിപ്പായിരുന്നുവെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞു. ഈ ഹർത്താൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു പൊതുവികാരത്തെ ഞങ്ങൾ പിന്തുണക്കുന്നു. ഹർത്താലിൽ കട അടപ്പിച്ചതിനും വഴിതടഞ്ഞതിനും നിരവധി SDPI പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു. അക്രമത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ DGP തയ്യാറാകണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സംഘടനവും സംഘർഷവും ഉണ്ടാക്കി ചൊരിച്ചിലുണ്ടാക്കി മുതലെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെ എന്തുകൊണ്ട് തെരഞ്ഞുപിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നില്ല? സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ ഹർത്താൽ പ്രചരണം എവിടെ നിന്ന് ആരംഭിച്ചുവെന്ന് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതേസമയം അക്രമങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന വിശദീകരണവുമായി SDPI രംഗത്തെത്തി. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. CPM 22ാം പാർട്ടി കോൺഗ്രസിൽ അസാധാരണ നടപടി. കോൺഗ്രസ് സഖ്യത്തിന്റെ കാര്യത്തിൽ CPM കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച 2 രേഖകളും പാർട്ടി കോൺഗ്രസിൽ. രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക ജനറൽ സെക്രട്ടറി എന്ന പതിവിനും മാറ്റം. പ്രകാശ് കാരാട്ട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. യെച്ചൂരിയുടെ പ്രമേയവും പാർട്ടി കോൺഗ്രസിൽ. വിവരങ്ങളുമായി ജെ സതീഷ് കുമാർ ചേരുന്നു. സതീഷ്, എന്താണ് ഈ അസാധാരണ നടപടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് പോകാനുള്ള കാരണം? രേണുക, CPMലെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഭിന്നത അത് എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ അസാധാരണമായ നടപടി. കാരണം സാധാരണ നിലയിൽ ഒരു പാർട്ടിയെ മുന്നോട്ട്, അതായത് വരുന്ന 3 വർഷത്തേക്ക് പാർട്ടിയുടെ രാഷ്ട്രീയ സമീപനം, രാഷ്ട്രീയ അഗ്രനയം എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് കരട് രാഷ്ട്രീയ പ്രമേയം. അത് പാർട്ടി ജനറൽ സെക്രട്ടറിയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം. എന്നാൽ ഇത്തവണ കരട് രാഷ്ട്രീയ പ്രമേയം സീതാറാം യെച്ചൂരി തയ്യാറാക്കുകയും അത് പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഭൂരിപക്ഷം ലഭിക്കാതെ തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് കാരാട്ട് തയ്യാറാക്കിയ രേഖയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി, കൊൽക്കത്ത കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത്. ആ രേഖ അതേപടി തന്നെ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് വളരെ അസാധാരണമായ ഒരു നടപടിയായി മാറിയിരിക്കുന്നത്. എന്തായാലും യെച്ചൂരി തയ്യാറാക്കിയ ന്യൂനപക്ഷ രേഖ, അതായത് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും ഭൂരിപക്ഷം ലഭിക്കാത്ത രേഖ, ആ രേഖയിലാണ് കോൺഗ്രസ് അടക്കമുള്ള എല്ലാ മതേതര പാർട്ടികളുമായും ധാരണയെങ്കിലും വേണം എന്ന ഒരു കാര്യം പറയുന്നത്. ആ രേഖയും പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും യെച്ചൂരിയുടെ രേഖ അവതരിപ്പിക്കണമോ എന്ന കാര്യത്തിൽ
വ്യക്തത, കൂടുതൽ ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കും. നാളെ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായേക്കും. എന്തായാലും വളരെ അസാധാരണമായ ഒരു നടപടിയിലൂടെ പാർട്ടി ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട്, അത് പ്രകാശ് കാരാട്ട് മുൻ ജനറൽ സെക്രട്ടറി അവതരിപ്പിക്കുന്നു എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത്ര രൂക്ഷമായിരിക്കുന്നു CPM-ലെ അഭിപ്രായ ഭിന്നത എന്നതാണ് വാസ്തവം. ജെ സതീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി വീണ്ടും മന്ത്രിമാർക്ക് മാർക്കിടുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം രേഖപ്പെടുത്തി അറിയിക്കാൻ പ്രത്യേക ഫോറം മന്ത്രിമാർക്ക് വിതരണം ചെയ്തു. സർക്കാരിന്റെ 2ാം വാർഷികത്തിന് മുന്നോടിയായാണ് മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ വർഷം പ്രവർത്തന പുരോഗതി വിലയിരുത്തിയതിന് സമാനമായാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ മാർക്കിടൽ. എല്ലാ മന്ത്രിമാരും വിശദമായ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കണം. വിവിധ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി രേഖപ്പെടുത്താൻ പ്രത്യേക ഫോറങ്ങൾ മന്ത്രിമാർക്ക് വിതരണം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തെ പദ്ധതികളുടെ അവലോകനമാണ് നടത്തുക. സർക്കാരിന്റെ അഭിമാന പദ്ധതികളുടെ പുരോഗതി പ്രത്യേകം വിലയിരുത്തും. ഇതിനുശേഷം മന്ത്രിമാരെയും വകുപ്പ് സെക്രട്ടറിമാരെയും പങ്കെടുപ്പിച്ച് അവലോകന യോഗം നടത്തും. ഓരോ പദ്ധതിയുടെയും പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം മന്ത്രിമാരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പരസ്യപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മന്ത്രിസഭയുടെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എത്രത്തോളം നടപ്പായെന്നും ഇതിനൊപ്പം വിലയിരുത്തും. കഴിഞ്ഞ ഒക്ടോബറിൽ വകുപ്പുകളുടെ പ്രവർത്തനം മുഖ്യമന്ത്രി വിലയിരുത്തിയിരുന്നു. നിരന്തര വിലയിരുത്തൽ സംവിധാനം വന്നതോടെ പദ്ധതി നിർവഹണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുമാണ് മന്ത്രിമാർക്ക് മാർക്കിടുന്നതിലൂടെ മുഖ്യമന്ത്രി ലക്ഷ്യം വെക്കുന്നത്. ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയരുന്നത് മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണെന്നിരിക്കെ മുഖ്യമന്ത്രിക്ക് ആര് മാർക്കിടുമെന്ന ചോദ്യം ബാക്കിയാകുന്നു. പ്രദീപ് സിംഗ് നിർമ്മൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡോക്ടർമാരുടെ സമരം ഒത്തുതീർപ്പായതിന് പിന്നാലെ KGMOയിൽ പൊട്ടിത്തെറി. സംസ്ഥാന നേതൃത്വം രാജിവെക്കണമെന്ന ആവശ്യവുമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. നേതൃത്വത്തിന്റെ നിലപാടുകൾ അപക്വമായിരുന്നുവെന്നും വേണ്ടത്ര ആലോചനയില്ലാതെയാണ് സമരം തുടങ്ങിയതെന്നും ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ KGMOയെ സംസ്ഥാന സമിതി യോഗം ചേരുകയാണ്.